കഴിഞ്ഞ 4.5 വർഷമായി മകന്റെ മരണത്തിൽ നീതി തേടിയുള്ള നിയമ പോരാട്ടത്തിലാണ് എറണാകുളം വരാപ്പുഴ സ്വദേശി ജോസഫ്. നൈസിൽ എന്ന ചെറുപ്പക്കാരൻ വാഹനാപകടത്തിൽ മരിച്ചതിൽ ദുരൂഹതയുണ്ടെന്നാണ് പിതാവ് ജോസഫിന്റെ പരാതി. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പക്ഷേ ശരിയായ രീതിയിലല്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. നൈസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് കോടതി രണ്ടാമതും തള്ളിയിരിക്കുന്നു. അന്വേഷണത്തിലെ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടി പിതാവ് കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് രണ്ടാമതും റിപ്പോർട്ട് തള്ളിയത്. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിലെ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടി ജോസഫ് കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ശരിയായ രീതിയിലല്ല എന്നാണ് ജോസഫ് പറയുന്നത്. തന്റെ സംശയങ്ങൾ പലതവണ ഉന്നയിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരന്വേഷണവും ഉണ്ടായിട്ടില്ലെന്നും കോടതിക്ക് ഇപ്പോഴത് ബോധ്യപ്പെട്ടതിനാലാണ് 2 വട്ടം റിപ്പോർട്ട് തള്ളിയതെന്നും ജോസഫ് കൂട്ടിച്ചേർക്കുന്നു. പറവൂർ മുനിസിപ്പൽ കോടതിയാണ് റിപ്പോർട്ട് തള്ളിയത്. ആദ്യത്തെ അന്വേഷണം നടത്തിയതും രണ്ടാമത് അന്വേഷിക്കുന്നതും വീണ്ടും കോടതി മൂന്നാമത് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നതും ഒരേ ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അപ്പൊ ആ ഉദ്യോഗസ്ഥൻ 1-2 റിപ്പോർട്ട് കൊടുത്തപ്പോൾ ആദ്യത്തെ റിപ്പോർട്ട് സാധാരണ ഒരു മരണമാണെന്ന് പറഞ്ഞാണ് കൊടുത്തത്. മറ്റു വണ്ടികളൊന്നും ഇടിച്ചിട്ടില്ല. രണ്ടാമത് വേറൊരു ന്യായം കൂടി പറഞ്ഞ് കോടതിക്ക് കൊടുത്തു. അത് കോടതിക്ക് തൃപ്തിയില്ലാത്തതുകൊണ്ട് കോടതി തള്ളി. മൂന്നാമതും അന്വേഷിക്കുന്നത് അതേ കോടതി തന്നെയാണ്, അതേ ക്രൈംബ്രാഞ്ച് തന്നെയാണ്. അപ്പൊ അതിനകത്ത് എനിക്ക് ആശങ്കയുണ്ട്. കാരണം അത് ഞാൻ 3ാമത്തെ പ്രാവശ്യം മാറ്റി എഴുതുമെന്ന് എനിക്കത് വിശ്വാസം പോരാ. 2019 ജൂൺ 6-നാണ് വരാപ്പുഴ പാലത്തിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ 25-കാരനായ നൈസിൽ ജോസഫ് മരിക്കുന്നത്. സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ് തല ശക്തിയായ റോഡിൽ ഇടിച്ചതുകൊണ്ടുണ്ടായ മർദ്ദം മൂലം വാരിയെല്ലുകൾക്ക് ക്ഷതം സംഭവിച്ചുവെന്നും ഇതാണ് മരണകാരണമെന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മരിച്ച നൈസിലിന്റെ കൂട്ടുകാരുടെ മൊഴികളിലെ വൈരുദ്ധ്യം, അപകട സമയത്ത് കടന്നുവന്ന ചുവന്ന കാർ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് വിട്ടുകളഞ്ഞതായി ജോസഫ് പറയുന്നു. ന്യൂസ് 18 കൊച്ചി.